പൊന്നുപോലുള്ള പെണ്ണിനെ പൊന്നു നൽകി തൂക്കി വിൽക്കുന്ന സമൂഹം. ഉത്രയെ ഇത്ര പെട്ടെന്ന് ഏവരും മറന്നു. ഇപ്പോൾ സംസാര വിഷയം വിസ്മയ തന്നെയാണ്. സ്ത്രീധനത്തിനെതിരെ നമുക്ക് സംസാരിക്കാൻ അവൾ കാരണമായി. എന്നാൽ അവിടെയും അവസാനിച്ചില്ല. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സാക്ഷര കേരളം എന്തിലും മുന്നിൽ തന്നെ എന്നത് ദിനംപ്രതി തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾ ഏവരെയും ഞെട്ടലാഴ്ത്തുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടയിൽ മരണമടഞ്ഞത് ഏകദേശം 5-ൽ കൂടുതൽ പേർ. ഇപ്പോഴിതാ കടൽ കടന്ന് സൗദിയിൽ മലയാളി യുവതി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യയാണെന്നും സ്ത്രീ പീഡനം മൂലമാണെന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മക്കയിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സ് മുഹ്സിനയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് കൊല്ലം അഞ്ചൽ സ്വദേശിനി മുഹ്സിനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധന പീഡനം മൂലമാണ് മരണമെന്നും ഭർത്താവിനെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് മുഹ്സിന ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ഭർത്താവ് സമീറിനെതിരെ യുവതിയുടെ കുടുംബം പുനലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ മുഹ്സിനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 വർഷമായി ഇവർ മക്കയിലെ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതേസമയം റിയാദിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് സമീർ വിവരമറിഞ്ഞ് മക്കയിലെത്തി. ഇദ്ദേഹം ഈ അടുത്താണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് എത്തിയത്. 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. അതേസമയം കൊല്ലം ശാസ്താംകോട്ടയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് വിസ്മയ മരണപ്പെട്ടതിന് ശേഷമാണ് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നത്. ഇതിനു പിന്നാലെ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരണപ്പെട്ടവരുടെ ഞെട്ടിക്കുന്ന രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം സ്ത്രീധന പീഡനത്താൽ ജീവനൊടുക്കിയത് 66 സ്ത്രീകൾ. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പ്രകാരമാണിത്. എന്നാൽ കേസാകാത്തതോ നിരവധിയും. ഭർത്താവും ഭർത്തൃവീട്ടുകാരും പീഡിപ്പിച്ച 10143 കേസുകൾ 5 വർഷത്തിനിടെ ഉണ്ടായി. കഴിഞ്ഞ വർഷം 2715 കേസുകൾ ഉണ്ടായിരുന്നതായും ഈ വർഷം ഇതുവരെ 1080 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പോലീസിന്റെ കണക്കിൽ പറയുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ 784 ബലാത്സംഗ കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തത്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. ഒന്നുമാകാതെ എവിടെയും എത്താതെ പല ഫയലുകളും പൊടിയടിച്ചു. കാത്തിരിക്കേണ്ട, തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.